ഞാൻ വരുന്ന ആലപ്പിയിൽ നിന്നാണ്. ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയാൻ വന്നേക്കുന്നത് എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഇവനിപ്പോൾ 1.5 വയസ്സായി. മാർച്ചിലാണ് ഞാൻ ഇവന് വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുന്നത്, 2021. എനിക്കൊരു മിസ്കാരേജിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കൺസീവ് ആയതാണ് ഈ കുഞ്ഞ്. അപ്പം ഈ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിൽ തന്നെ റിപ്പോർട്ട് വന്നത്, ബ്ലഡ് ടെസ്റ്റിലല്ല, സ്കാനിൽ അവർ പറഞ്ഞു കുഞ്ഞിന് നീസൽ ബോൺ ഇല്ല, അത് കാരണം കുഞ്ഞിന് ഡൗൺ സിൻഡ്രോംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഫർദർ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്തോളാൻ പറഞ്ഞു അവർ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അതിലും ഇങ്ങനെ തന്നെയാണ് വന്നത്. അതിൽ വന്നത് ട്രൈസോമി കുഞ്ഞിന് 13, 18 ആൻഡ് 21 ഉണ്ടെന്നാണ്. 13, 18 ട്രൈസോമി ഉള്ള പിള്ളേർ അധികം സർവൈവ് ചെയ്യാറില്ല. എനിക്ക് സർവൈവ് ചെയ്താൽ തന്നെ അവർ പാരലൈസ്ഡ് സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് അംഗവൈകല്യങ്ങൾ കാണും. അതേപോലെ തന്നെ ഡൗൺ സിൻഡ്രോംസും ഉണ്ടെന്ന് പറഞ്ഞു ബേബിക്ക്. അപ്പോൾ ഇത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡായി. ഞാൻ എന്നിട്ട് ആദ്യം ചെയ്ത കാര്യം ബൈബിളെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, കർത്താവിൽ വിശ്വസിക്കൂ എന്നുള്ള വചനമാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഞാൻ, എൻ്റെ അമ്മയമ്മ നല്ല വിശ്വാസമുള്ള ആളാണ്, എൻ്റെ അമ്മ അങ്ങനെയാണ്. അപ്പം ഞാൻ അവരോട് വിളിച്ചിങ്ങനെ പറഞ്ഞു, കുഞ്ഞിനിങ്ങനെ പ്രശ്നം പറയുന്നതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടിയെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ് പ്രാർത്ഥിച്ചോ, പ്രശ്നമൊന്നും വരുന്നതല്ല, കുഞ്ഞിന് കംപ്ലീറ്റായിട്ട് അവന് ക്യൂർ ആവുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മ പറഞ്ഞ് ഇതിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്. ഓൺലൈൻ ഉടമ്പടി, ഞാൻ അന്നേരം UAE-യിലായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ. അത് കാരണം എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പം ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം, രാവിലെ വൈകിട്ടും കുഞ്ഞിൻ്റെ എൻ്റെ ഉദരത്തിൽ കൈവച്ച് ഞാൻ ഹസ്ബൻഡും പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. ഈ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞുള്ള ടെസ്റ്റിലും എല്ലാം കുഞ്ഞിൻ്റെ ത്രൂ ഔട്ട് എൻ്റെ പ്രഗ്നൻസി കുഞ്ഞിന് പ്രശ്നം തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ അവർ അടുത്ത ടെസ്റ്റ് സജസ്റ്റ് ചെയ്യും, വേറെ ഒരു ഡോക്ടറിനെ ചെന്ന് കാണാൻ പറയും, ഫീറ്റൽ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറയും, ആ ഫീറ്റൽ സ്പെഷ്യലിസ്റ്റ് വേറൊരു അവരുടെ സീനിയറിനെ കാണാൻ പറയും. അങ്ങനെ ഓരോരുത്തും ഞങ്ങളിങ്ങനെ മാറി മാറി പോയിരുന്നു. എല്ലായിടത്തും പോകുമ്പോഴും അവർ ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്, കുഞ്ഞിന് പ്രശ്നമുണ്ട്, അത് ജനറ്റിക് ഇററാണ്, അതിപ്പോൾ ഏതാണെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല, ഡൗൺ സിൻഡ്രോം ആവാം കുഞ്ഞിന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, എന്തായാലും പ്രശ്നമുള്ള കുഞ്ഞാണെന്ന് തന്നെ പറഞ്ഞു ഞങ്ങളോട്. എന്നിട്ട് അന്നേരം വരെ ഞാൻ ഈ ടെസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ 24 വീക്സ് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ്, നിങ്ങൾ നാട്ടിലേക്ക് പൊക്കോ, UAE-യിൽ എന്തായാലും അബോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം കുഞ്ഞിന് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഡെത്ത് ഇത് ഉണ്ടെങ്കിൽ മാത്രം അവർ അബോർട്ട് ചെയ്യൂ, ത്രെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർ അബോർട്ട് ചെയ്യൂ, അല്ലാത്ത കാരണവശാൽ അവർ ഒരിക്കലും അബോർട്ട് ചെയ്യുന്നതല്ല. സോ നിങ്ങൾ നാട്ടിൽ പോക്കോ, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വളരെയധികം ടെൻസ്ഡായി. എനിക്ക് അബോർട്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവം തരുന്ന ജീവൻ ദൈവത്തിന് മാത്രമേ എടുക്കാൻ കഴിയൂന്ന് വിശ്വസിക്കുന്നുള്ള ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് എനിക്ക് പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ നല്ലോണം സന്തോഷത്തോടെ ജീവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ നേരം മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാനും മരിച്ചു പോകണം, എനിക്ക് ജീവിച്ചിരിക്കാൻ പിന്നെ താല്പര്യമില്ല, കർത്താവ് ആരതെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് ജീവിക്കേണ്ടെന്നു പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ ഞാൻ എപ്പോൾ ഇതിന് സ്കാനിന് പോയാലും ഞാൻ ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു സ്കാനിന് പോകുന്ന മുമ്പ്. അപ്പോൾ അതിലൊക്കെ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ, കാനായിലെ കല്യാണമായിരുന്നു എനിക്ക് കൂടുതലും കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ച്, ഇൻ കേസ് എനിക്ക് ഇതിനായിട്ട് യോഗ്യതയില്ലെങ്കിൽ, ഇങ്ങനെ ഒരു മിറാക്കിൾ നടക്കാൻ എനിക്ക് യോഗ്യതയില്ലെങ്കിലും മാതാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹീലിംഗ് കിട്ടും എന്നുള്ളത് എനിക്ക് ഷുവറായിരുന്നു. ഞാൻ അത് കാരണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇത് ഇവിടെ അമൃതയിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ അമിനോസിൻറ്റസിസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു, UAE-ന്ന് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് വീണ്ടും ചെയ്യണമെന്നുള്ളത്, അത് ഉമ്മിൽ നിന്ന് ലിക്വിഡ് എടുക്കുന്നതാണ്, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിസ്കാരേജിനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണം ഞാനത് പിന്നെ ഇവിടെ അമൃതയിൽ ചെയ്യാൻ നിന്നില്ല. അവിടുന്ന് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വന്ന് അതിൽ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ ഡൗൺ സിൻഡ്രോംസോ ട്രൈസോമി 13 or 18 അവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വേറെ എന്തോ പ്രശ്നമുണ്ട് കുഞ്ഞിന്. അത് കാരണം അവിടെ അമൃതയിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ ഇച്ചായനോട് പറഞ്ഞ്, ഇച്ചായ ടെൻഷനൊന്നും എടുക്കണ്ട, നമ്മൾ പിന്നെ ഓരോന്ന് കണ്ടുപിടിച്ച് കർത്താവിനോട് പറയേണ്ട കാര്യമില്ല. കർത്താവ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഉദരത്തിലെ കുഞ്ഞിനെ നമുക്കറിയില്ല എന്തൊക്കെയാണ് ആ പ്രശ്നം എന്നുള്ളത്, അത് കർത്താവിനറിയാം, കർത്താവ് അത് മാറ്റുകയും ചെയ്യും. നമ്മൾ ഓരോ പ്രശ്നം കർത്താവിനോട് പറഞ്ഞ് അതിനായിട്ട് ഹീലിംഗ് ചോദിക്കേണ്ട കാര്യമില്ല, കർത്താവിനറിയാം അവൻ എങ്ങനെ തരണമെന്നുള്ളത്, കർത്താവ് തരുമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 9th ഞാൻ അഡ്മിറ്റായി.
കാരണം കുഞ്ഞിന് ഒക്ടോബർ ആയിരുന്നു അവന് ഡേറ്റ് പറഞ്ഞിരുന്നത് 15th. പക്ഷേ എന്നിൽ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിന് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫുഡൊന്നും കുഞ്ഞിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണം കുഞ്ഞ് ദിവസം തോറും എൻ്റെ ഉദരത്തിൽ കിടന്ന് ചുരുങ്ങി ചുരുങ്ങി ഇരിക്കുകയായിരുന്നു. അത് കാരണം അവർ പറഞ്ഞ് അഡ്മിറ്റായിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം, ഇൻ കേസ് ഫലം കണ്ടില്ലെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ സെപ്റ്റംബർ 9th ഞങ്ങൾ ചെന്ന് അഡ്മിറ്റ് ആവാൻ നേരവും ഓരോ ഡോക്ടർ വന്നിട്ട് എന്നോട് ഇങ്ങനെ ടെസ്റ്റിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. അവർ പറഞ്ഞ് കുഞ്ഞിന് എന്താ ഇഷ്യൂ എന്നുള്ളത് നമുക്കറിയത്തില്ല, കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമുക്ക് നോക്കാം കുഞ്ഞിന് എന്താ ഇഷ്യൂ എന്നുള്ളത് അന്നേരം മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് എത്ര ചാർജസ് ആവും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയുന്നതല്ല. ചിലപ്പോൾ 1 ലക്ഷം ആയിരിക്കും, ചിലപ്പോൾ 10 ലക്ഷം രൂപ വരെ അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുടങ്ങിയേക്കാം. അത് അവൻ്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. എന്തായാലും നമുക്കിപ്പോൾ ഒന്നും നിങ്ങളോട് കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയപ്പോഴും ഞാൻ കുറേ അധികം ടെൻസ്ഡായി, കാരണം അത്രയധികം ഫണ്ട് റേസ് ചെയ്യാനുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു ഞാൻ. എന്നിട്ടും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവിനോട് ഞാൻ പറഞ്ഞ കാര്യം കർത്താവിന് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെ അമ്മയമ്മയൊക്കെ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ഇത് നിങ്ങൾ പ്രെയർ ചൊല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഫെയ്ത്താണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കർത്താവ് അത് മാറ്റിത്തരും എങ്കിൽ അത് നടക്കും തന്നെ. നിങ്ങൾ ഫെയ്ത്ത് വെച്ച് പ്രാർത്ഥിക്കുക. വെറുതെ കുറേ കാര്യങ്ങൾ വേർഡിങ്സ് കർത്താവിനോട് പറഞ്ഞിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു കാര്യം കർത്താവിനോട് പറയുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം, എൻ്റെ കർത്താവിന് അത് സാധിക്കും, എൻ്റെ കർത്താവ് അതെനിക്ക് ചെയ്തു തരും എന്നുള്ളത്. അത് വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ കർത്താവിനെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും അത് നടന്നിരിക്കും നിങ്ങളുടെ ലൈഫിൽ. അത് കാരണം നിങ്ങൾ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട. കാനായിലെ കല്യാണത്തിൽ നടന്ന അത്ഭുതം പോലെ തന്നെ എൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നവും കൂടാതെ അവൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം സെപ്റ്റംബർ 15 ഡെലിവറി നടന്നു. സിസേറിയൻ ആയിരുന്നു, ലോ വെയിറ്റ് ആയിരുന്നു കുഞ്ഞ്, 1.8 ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അവർ NICUവിൽ വെച്ചിട്ട് അവർ പറഞ്ഞു പുറമേ നിന്ന് എത്ര മെഡിസിൻ കുഞ്ഞിന് കൊടുക്കണമെന്ന് വെച്ചാൽ അവൻ്റെ ഇത് ഇൻറ്റസ്റ്റൈനൊക്കെ നല്ലോണം ഇതായിട്ടില്ല. അത് കാരണം ഡെവലപ്മെൻറ്റ് അനുസരിച്ച് വേണം അവൻ്റെ ഇനി ഉള്ള ട്രീറ്റ്മെൻറ്റും ചാർജസൊക്കെ. അവൻ നല്ലോണം പാലൊക്കെ കുടിച്ച് ഡെവലപ്പ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കൊണ്ടുപോകാവനെ, അല്ലെങ്കിൽ ഇവിടെ മാസങ്ങളോളം ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ പുറമേ നിന്നുള്ള മെഡിസിൻസ് കുറേ അധികം കൊടുക്കേണ്ടി വരുമെന്നും പറഞ്ഞു. പക്ഷേ ഗോഡ്സ് ഗ്രേസ് അവൻ പാലൊക്കെ കുടിച്ച് നല്ലോണം പെട്ടെന്ന് തന്നെ റിലീഫായി. അവന് ഒരാഴ്ച തന്നെ NICUന്ന് അവനെ ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്ന്. അവന് ചാർജസ് അധികമായില്ല, ഒരു നോർമൽ കുഞ്ഞിനാവുന്ന ചാർജസ് കാട്ടി കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ അത്ര തന്നെ ചാർജസ് എന്ന് പറയാം. കാരണം ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ എല്ലാ പിള്ളേരെയും അവരെ ഒരാഴ്ച NICUവിൽ വെക്കുന്നുണ്ട്. മഞ്ഞപ്പിൻ്റെ അസുഖം അല്ലെങ്കിൽ ലോ വെയിറ്റ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാരണം ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതലും വെക്കുന്നുണ്ട്. 9 month കംപ്ലീറ്റ് കൺസീവ് ചെയ്ത പിള്ളേരെ വരെ. അപ്പോൾ ഇവന് 40,000 ഏതാണ്ട് അങ്ങനെ ചാർജ് ആയേ ഉള്ളൂ. ദൈവാനുഗ്രഹം അവിടെയും ഒന്നും സംഭവിച്ചില്ല. അതേപോലെ തന്നെ ഇന്ന് വരെ കുഞ്ഞിനെ അധികം സീവിയർ കണ്ടീഷനെ ആയിട്ട് ഒരിക്കലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല, അധികം ഹോസ്പിറ്റൽ വിസിറ്റും നടത്തേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക്. ഹാർഡ്ലി അവന് പനി വന്ന ആ ടൈം പീരീഡിൽ മാത്രമേ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടുള്ളൂ. അതിലും അങ്ങനെ ഫ്രീക്വൻസി വളരെ കുറവായിരുന്നു. അവന് ഫ്രീക്വൻ്റായിട്ട് ഒരു ഡിസീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ദൈവാനുഗ്രഹിച്ച് കുഞ്ഞിന് വന്നിട്ടില്ല. അവൻ നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നു. ആകെപ്പാടെ ഉള്ള ഇഷ്യൂ ലോ വെയ്റ്റിൻ്റെയാണ്. അത് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇത് ബർത്ത് വെയ്റ്റ് കുറവായതുകൊണ്ട് ആ ഒരു ഇതനുസരിച്ച് കുഞ്ഞ് ഒരു സ്റ്റേജ് വരെ വളരൂ, അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന അനുഗ്രഹം എന്ന് പറയുമ്പം ഇത് കോവിഡിൻ്റെ പീക്ക് ടൈമിൽ ഇച്ചായന്, ഞങ്ങൾ UAയിലായിരുന്നു, ഇച്ചായന് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് 2020 അപ്പം അന്നേരം ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ബട്ട് അത് കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല, ഓൺലൈൻ ഉടമ്പടി. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഉടമ്പടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അനുഗ്രഹിച്ച അത് ക്ലിയർ ആയിരുന്നു. ഇച്ചായന് കോവിഡ് അന്നേരം ഞാൻ വളരെയധികം പേടിച്ചായിരുന്നു. കാരണം ഡെത്ത് റേറ്റ് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ക്യൂർ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഴ്ച തന്നെ ഇച്ചായന് ക്യൂറായിട്ട് തിരിച്ചു വന്ന്. എൻ്റെ കാലിൽ അതേപോലെ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു ഇത് വന്നായിരുന്നു. അത് ബ്ലഡ് ഇൻഫെക്ഷൻ ആണെന്നോ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു, ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിനായിട്ട് ഞാൻ അവിടെ കാലയിൽ കൈവച്ചപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ മാർക്ക് പോലും ഇല്ലാതെ കംപ്ലീറ്റായിട്ട് അത് ക്യൂറായി. അതിന് ഞാൻ എൻ്റെ മാതാവിനോട് നന്ദി പറയുക. അത് മാത്രമല്ല, എൻ്റെ ലൈഫിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് നടന്നിട്ടുണ്ടോ അതെല്ലാം മാതാവിൻ്റെ, എൻ്റെ ഈശോയെ എനിക്ക് തന്ന ബ്ലെസ്സിങ്സാണ്.
പിന്നെ ഇച്ചായൻ ഇപ്പോൾ കാനഡയിലേക്ക് പോകാനായിട്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിരുന്നു. സാധാരണ സ്പൗസിൻ്റെയും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ ആണ് കൂടുതൽ വരാറുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആവാറുണ്ട്. അത് ഡിലേ മിനിമം അവർ പറയുന്നത് 4 months ആണ് ഡിലേ ആവുന്നത്. ഞങ്ങൾ വെച്ച കൺസൾട്ടൻസി പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളുടെ കേസിൽ അത്ഭുതം എന്ന് പറയട്ടെ, വിത്തിൻ 1.5 month റിസൾട്ട് വന്ന് എല്ലാവർക്കും വിസ വന്നു. ഇച്ചായനും കുഞ്ഞിനും എനിക്കും എല്ലാവർക്കും വിസ വന്ന് റിജക്ഷൻ ഒന്നും തന്നെ ആയിട്ടുണ്ടായിരുന്നില്ല. അതിൽ റെക്സീന ഓൺലൈനായിട്ടാണല്ലോ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി പാലിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഉടമ്പടി പാലിക്കാനായിട്ട് ഞാൻ രാവിലെയും വൈകിട്ടും ഈ പ്രെയർ ചൊല്ലിയിരുന്നു. ഇത് ഉതിരത്തി കൈവച്ച്, അതേപോലെ തന്നെ ഞാൻ വീഡിയോസ് കാണുമായിരുന്നു. കൃപാസനത്തിൻ്റെ വീഡിയോസായിരുന്നു കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കൃപാസനത്തിൻ്റെ വീഡിയോസിൽ എനിക്ക് അന്നേരം കിട്ടിയിരുന്നത് കൂടുതലും ഈ അമ്മമാർ വന്നിട്ട് സാക്ഷ്യം പറയുന്ന വീഡിയോസായിരുന്നു കൂടുതലും കിട്ടിയിരുന്നത്. കുഞ്ഞുങ്ങളെ കൈവച്ചുകൊണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ആ ചേച്ചിയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു ആൾ വന്നിട്ട് ഇവിടെ കുഞ്ഞിനെ കൈവച്ചുകൊണ്ടാണ് അവർ സാക്ഷ്യം പറഞ്ഞത്. കുഞ്ഞിനിങ്ങനെ ഡൗൺ സിൻഡ്രോം ഉണ്ട്, ബുദ്ധിമാന്യമുണ്ട്, കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് അവരുടെ ഡോക്ടർ അവരെ സജസ്റ്റ് ചെയ്ത്, അത് 1 ഡോക്ടേഴ്സ് പറഞ്ഞ് അവർ എന്നിട്ട് അബോർട്ട് ചെയ്യാതെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഇരുന്ന്, അതേപോലെ തന്നെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല, കുഞ്ഞെല്ലാം ഓവർകം ചെയ്താണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് വീഡിയോസ് എടുത്ത് കാണുമ്പോഴെല്ലാം എനിക്ക് കൂടുതലും ഇത് തന്നെയാണ് വന്നിരുന്നത്. അമ്മമാർ വന്നിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയുന്നതും, ഉദരത്തിലുള്ള കുഞ്ഞ് സൗഖ്യപ്പെടുന്നതും, ഈവൻ അച്ഛൻ പ്രാർത്ഥിക്കാൻ നേരം, അത് ഞാൻ അന്നേരം കുറച്ച് വർക്ക് ഫ്രം ഹോം പോലെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ടൈം കിട്ടത്തില്ലായിരുന്നു. ബ്രേക്കിലൊക്കെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇത് നോക്കുമായിരുന്നു, മൊബൈൽ നോക്കാൻ നേരത്ത് മൊബൈലിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, യൂട്യൂബിലും ഫേസ്ബുക്കിലും കൃപാസനത്തിൻ്റെ വീഡിയോസ്. അപ്പോൾ കൂടുതലും എനിക്ക് വരുന്നത് ഭാഗം, ഈവൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പം ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാം, ഉദരത്തിലുള്ള കുഞ്ഞിന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അങ്ങനെയുള്ള ഇതായിരുന്നു വീഡിയോസായിരുന്നു എനിക്ക് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അത് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഫ്രണ്ട്സിനും അമ്മയ്ക്കും എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഞാൻ അത് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ നേരം നിങ്ങൾ ഇതുകൂടെ കണ്ടിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഡോക്ടേഴ്സ് എനിക്കിട്ടില്ല എന്ന് പറഞ്ഞ കുഞ്ഞിനുമായിട്ടാണ് ഇന്ന് റെക്സീനയും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് സാക്ഷ്യത്തിനായിട്ട് എത്തുന്നത്. ഒരിക്കലും കിട്ടില്ല, എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിരുന്നു. ആ സമയത്ത് റെക്സീനയ്ക്ക് അമ്മയിലൂടെ ലഭിച്ച വിശ്വാസമുണ്ട് കൃപാസനം മാതാവിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ സാക്ഷ്യങ്ങളെടുത്ത് കാണുമായിരുന്നു. യൂട്യൂബിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മരിയൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടുമായിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള വിശ്വാസം ലഭിച്ചു. കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഈ കുടുംബം വിശ്വസിച്ചു. സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മക്കൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം തന്നെയാണ്. ദൈവം മക്കളെ നൽകും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഞങ്ങൾ അവിടുത്തെ വചനം പാലിച്ചു കൊള്ളാമെന്നുള്ളതാണ്. കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കാൻ മക്കൾ ചെയ്യാനായിട്ടുള്ളത് അവിടുത്തെ വചനം പാലിക്കുക എന്നുള്ളതാണ്. റെക്സീനയും കടന്നു വന്നത് അതിലേക്കാണ്. കർത്താവിൻ്റെ വചനം പാലിക്കാമെന്ന് തീരുമാനമെടുത്തു. മരിയൻ ഉടമ്പടിയിലേക്ക് വന്നു. അങ്ങനെ വിശ്വാസത്തോടെ നിലനിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ഈ കുടുംബത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, കണ്ണീരിൽ നിന്ന് രക്ഷിച്ചു. ഈ കുടുംബം വളരെ സന്തോഷപൂർവ്വം കുഞ്ഞിനെയുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ലഭിച്ച ചെറിയ സൗഖ്യങ്ങളൊക്കെ ഉണ്ട്, ചൊറിച്ചിൽ മാറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.